അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ എല്ലാ ഇൻലെറ്റും ഔട്ട്ലെറ്റൊക്കെ എല്ലാം കറക്റ്റാണ്, ഓക്കെയാണ്, കുഴപ്പമില്ല. അതായത് സൈഫ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമാണ് അങ്ങോട്ടാണ് പോണത്, നമ്മളവിടെ നിന്ന് കൺട്രോളാണ്, അത് കുഴപ്പമില്ല. ഇനി അതുകൊണ്ട് നമ്മളെ ഇൻലെറ്റ് കുറച്ച് കൺട്രോളാണ്, നല്ല കൂടുതലാണ്, ഏകദേശം 100 പോയിൻ്റ് അടുപ്പിച്ച് കൂടുതൽ, ഒന്ന് കുറച്ച് പോയിക്കും. അതന്നെ ഫുഡെല്ലാം റെഡിയാക്കി കേട്ടോ. ഏകദേശം ഇവിടുത്തെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇനി നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ല, രാത്രി വരെ പോകും. കാരണം ഇനിയിപ്പോൾ ഔട്ട് പോയി കുറച്ചേ പോയി തുടങ്ങും, നോക്കാം. ഇനി വിളിച്ച് പറഞ്ഞനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതേ ഞാൻ ഒന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കാം. ഇത് ശരിയാവണില്ല കേട്ടോ, ടാറ്റാ ശോകം അങ്ങോട്ട് ഒന്നും വരണില്ല. എടുത്തായിരുന്നു കേട്ടോ. പാർഷ്യൽ ഇവിടെ എത്തുമ്പോൾ എക്സൈറ്റ് ആവേണ്ട പ്ലാനാണ് കേട്ടോ പാർഷ്യൽ. ഓക്കെ, ഓ കിടിലൻ റോഡായിരുന്നു കേട്ടോ. അയ്യോ ഒന്നും പറയണ്ട, മെസ്സായിരുന്നു, മെസ്സ്. ഇവിടെ നിന്ന് എൻട്രി എടുക്കേണ്ടായിരുന്നു, ടൈമേ കിട്ടിയില്ല. അതിന് മുമ്പ് അത് പട്ടക്കും താഴോട്ട് വീണ് അതിലോട്ട് പ്രോസസ് ആവൂല. നമുക്ക് ആൾറെഡി ഒരു റൂളുണ്ട്, നമ്മളിപ്പോൾ ആൾറെഡി അത് ബൈ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര കാണിച്ചാലും വരൂല. അത് ചെറിയ വിഷയമാണത്. കുറച്ച് നേരത്തേക്ക് മൈക്ക് വയ്ക്കില്ല, കാരണം എല്ലാ ചേമ്പറിനകത്തും ഇറങ്ങണോണ്ട് ശരിയാവൂല. കാരണം വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്, വല്ല ഊരി വീണ് കഴിഞ്ഞാൽ പോയി സാമാനം, മനസ്സിലായ? അതുകൊണ്ട് വയ്ക്കൂല ഏട്ടാ. മാർക്കറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ പോയി എല്ലാ ഏകദേശം ചേമ്പറിനകത്ത് ഇറങ്ങി അവനെ കൂടി വിളിച്ചിട്ട് സെറ്റാക്കട്ടെ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങട്ടെ. ഇതിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ ചേമ്പറിനകത്ത്. ഓക്കെയാണ്. ഇവിടെ ഏകദേശം എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ, സെറ്റാണ്. നീ ഇറങ്ങിയാണ് ഇവിടെ. ഇത്തിരി കൊണ്ട് പണിയെടുത്ത് കൈയൊക്കെ പോയി. അയ്യോ, ഇത് വലിച്ച് പൊക്കിയേ അടപ്പ് വരും. ഇനി എന്തോ ഒരു ഫോട്ടോ കൂടി ഉള്ളൂ, അത് ഇനി നമ്മളെ ഇൻലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ അവിടെ. അത് ഇനിയിപ്പം ഞാൻ താഴെ ഇറങ്ങി അതും കുടിക്കണം. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് കാഴ്ച, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഡ്യൂട്ടീസ് ഓവർ. ഇന്ന് ശരി നോക്കണില്ല, മനസ്സിലായല്ലോ? അതാണ് അതിനേക്കാളും കൂടുതൽ വൈകിയെന്ന് തളർന്നു. മൈക്ക് എടുക്കാനാണ് വന്നത്. ടീം തളർന്ന് ഇനി മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് ഏകദേശം കറിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി, റൈസ് റെഡിയാക്കി. ഇനി ഊറ്റിയാൽ മതി, ചിക്കൻ തയ്യാറിക്കുന്നു. ഓക്കെ, ഇനി എല്ലാം റെഡിയാക്കട്ടെ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. ഇനി ട്രെയിൻ എടുക്കേണ്ട ഒരു പ്ലാനുണ്ട് കേട്ടോ. ഇപ്പം ഒരു ലോങ് എടുക്കേണ്ട ഒരു പ്ലാനുണ്ട്. ഓക്കെ, SL കൂടിയോ എന്നൊരു സംശയം. നോക്കാം. എന്നെ ചുമ്മാ അടിച്ച് പുറത്താക്കി കളഞ്ഞു. വൈ എൻട്രി ആയിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുകയായിരുന്നു ഗെയിം കളിക്ക് നോക്കിക്കൊണ്ടിരുന്നു. അയ്യോ ഒരു രസം നോക്കട്ടെ. റൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പാർഷ്യൽ എക്സൈറ്റഡ് ഹോൾഡ് ചെയ്യുന്ന പ്ലാൻ ആയിരുന്നു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഫുള്ള് ഫ്രീസ് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സാർ അടിച്ചു കേട്ടോ. കയറണം കേട്ടോ. ടൈം ആയായിരുന്നു 7 മണിയൊക്കെ. കറക്റ്റ് ഇപ്പോൾ കയറേണ്ട ടൈമാണ് ഡ്യൂട്ടിയിൽ. ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു. പോട്ടിങ് സൺസെറ്റ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. റൈഡെല്ലാം കംപ്ലീറ്റ് ആയി. എത്ര ഓപ്ഷൻ കിട്ടും എനിക്ക് ഉറപ്പുണ്ട്. ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തതും എല്ലാം കിട്ടും. നോക്ക മാത്രമേ ഉള്ളൂ. നേരെ പോയി എല്ലായിടം പോയി റൗണ്ട് അടിച്ചൊക്കെ കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടെ, തലേക്ക് വേദനിക്കുന്നത് കൂടുതൽ ചിന്തിക്കുന്നോണ്ടായിരിക്കും. കുഴപ്പമില്ല, കൊള്ളാം, നല്ല രസമുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ്.
കോർണേഷൻ്റെ കൂടെ നല്ല വർക്ക് ആയി തുടങ്ങി കേട്ടോ, സ്റ്റാർട്ടായി തുടങ്ങി. 2 ദിവസം മുമ്പേ നൈറ്റാണ് അറിഞ്ഞു, അവിടുത്തെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ ആക്കിയത്. പിന്നെ അടുത്ത് ഇന്നത്തെ ദിവസത്തിൽ റൈഡിൽ ഒരെണ്ണം പാർഷ്യൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിൽ പാർഷ്യൽ ബുക്ക് ചെയ്യേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നെറ്റ് പോയി വന്ന് അപ്പോഴത്തേക്ക് അത് പിന്നെ വീണ്ടും SL കിടക്കും ആ ട്രൈഡ്. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇന്നത്തെ 3 ട്രൈഡും ലോസ് ആയിരുന്നു. എൻ്റെ ഒരു എങ്ങനെ എടുക്കണെന്ന് പറഞ്ഞാൽ 1:3. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:3. 1:3 1:2 ആകുമ്പോൾ പാർഷ്യലോ അല്ലെങ്കിൽ 25 അങ്ങനെ അനുസരിച്ച് എൻ്റെ മൂവ്മെന്റ് അനുസരിച്ച് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും എൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണോ അതനുസരിച്ച്. എനിക്കിപ്പോ പറ്റണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ട്രേഡ് എടുക്കോ എന്റെ സ്പോട്ടിൽ റിവേഴ്സിൽ 100 പിപ്പിന്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ എൻ്റെ ദിവസമല്ലായിരുന്നു, റൈഡിങ്ങിന്റെ ബേസിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഇന്ന് അടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ചിക്കനാണ് വെച്ചത്, ഫുഡിൽ ചിക്കനാണ് വെച്ചത്, അതും കുഴപ്പമില്ല. പിന്നെ ജോലിയുടെ ബേസ് തുടങ്ങിയതേ ഉള്ളൂ, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ല, അതനുസരിച്ച് ടൈം അനുസരിച്ച് എല്ലാം കൂടി ഇനി നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ തന്നെ. നേരത്തെ പോയി മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകും. ഇനി ഇലക്ട്രിക് മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ, ബാക്കി ഓക്കെ. ഞാൻ അല്ലാതെ ചെറിയൊരു വിഷമം ഒരു ദിവസമാണ്. കാരണം എൻ്റെ കൂട്ടുകാരുടെ അമ്മേര അതായത് ഇവിടെ നിൽക്കണ കൂടെ വർക്ക് ചെയ്യണ അമ്മേരെ ചേച്ചീര, അതായത് എൻ്റെ അമ്മേരെ ചേച്ചീര എന്തോ ആരോ മരിച്ചു, അസുഖമായിട്ട് പോയി. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് പണി ജലദോഷം അങ്ങനെ എന്തോ ഒന്ന് ആശുപത്രിയിലേക്ക് പോയി, മറ്റേ എന്തോ ശ്വാസം എടുക്കാൻ പറ്റാതെ അങ്ങനെ മരിച്ചിരുന്നു. ചെറിയൊരു വിഷമമായിരുന്നു. ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്ന സമയത്ത് എൻ്റെ ട്രേഡിങ്ങിൽ ലോസ് ആയ സമയത്ത് അത് കേട്ടിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തിരുന്നത്. അത് വേറെ, അത് അങ്ങനെയല്ല അല്ല പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു വിഷമ ദിവസം എന്തോ എനിക്കെല്ലാം അങ്ങനെയല്ല, കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെറ്റ. പിന്നെ റീഡിങ് എല്ലാം എഴുതിച്ചിട്ടാണ്. അപ്പൊ അവൻ കുറച്ചു നേരം ഇരുന്ന് കരയാനുണ്ടായിരുന്നു ഇതായിട്ട്. റീഡിങ് എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഇന്നത്തെ ബേസിൽ ഇതിൽ നോക്കി കഴിഞ്ഞാൽ റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞ് ഇനി ലെവലിൽ നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ചെയ്യുക, അതൊക്കെ തന്നെ. പിന്നെ അടുത്ത എഡിറ്റിങ്, ചെറിയൊരു ഗെയിം കളി, അനാലിസിസ് ചെറുതായിട്ട് നോർമലി ഉള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.